ഹലോ, നാട്ടിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ നന്നായിട്ട് ഒരുങ്ങി ജയിക്കും ഞാനുമായിട്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെ അനിയത്തിയും ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട്. അവർ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ടാക്കണേ. അപ്പോൾ പോണ വഴിക്ക് പോകുന്നവരെ എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. നോർമലായിട്ട് പോണൊരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയപ്പോഴാണ് നാട്ടിൽ പോവാണ് അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നണത്. അതാണ് ഞാൻ ആ ഫസ്റ്റത്തെ വീഡിയോയിൽ അത്ര ചിരിക്കണേ. അത് കഴിഞ്ഞിട്ട് ഇതേ ഇപ്പോൾ എയർപോർട്ടിലെത്തി. ചെക്കിൻ എവിടെയാണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നടക്കുകയാണ്. ചെക്കിനൊക്കെ കഴിഞ്ഞു, ടിക്കറ്റൊക്കെ കിട്ടി, ഞങ്ങളകത്ത് കയറി. ഞാൻ ജയ്ക്കും കൂടെ സെൽഫിയൊക്കെ എടുത്തിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് 3:05 പക്ഷേ ഒത്തിരി ഡിലേ ആയി. 3:05 ഫ്ലൈറ്റ് 4:30 ഞങ്ങൾ ഇതായത്. അപ്പോൾ ജയ്ക്കിന് ഭയങ്കര ബോറടി ആയിരുന്നു. അപ്പോൾ ജയ്ക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ടൈമിലുള്ള ക്ലിപ്സൊന്നും ഇല്ല. കാരണം അവൻ ബോറടിക്കണോ, ഒന്നും ചെയ്യാനില്ല, നമുക്ക് പോവാം, അങ്ങനത്തെ ഒക്കെ ഒരു ഇതിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ചെക്ക് ഇൻ ചെയ്ത് ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലിപ്പൊന്നും ആരും കാണാതെ എടുത്താണ്. ഇത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് എടുത്ത ക്ലിപ്പ് എന്നെ കൊണ്ട് എയർ ഹോസ്റ്റസ് എൻ്റെ ഫോൺ മേടിച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ റീസൈക്കിൾ ബിന്നിലുണ്ടായിരുന്നു. ആ റീസൈക്കിൾ ബിന്നിൽ നിന്നും അവരെന്നെ കൊണ്ട് മേടിച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു വേണമെങ്കിൽ സെൽഫിയൊക്കെ എടുത്തോളാൻ പറഞ്ഞു. ഇത് ഞങ്ങൾ ഖത്തർ എയർവേസിലാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ ഖത്തർ എയർവേസിൽ നിന്ന് കിഡ്സിന് കിട്ടിയൊരു ബാഗാണ്. അതേ ഞങ്ങൾ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദോഹയിൽ ലാൻഡ് ചെയ്യാണ്. അപ്പോൾ ആ ടൈമിലുള്ള ലൈറ്റ്, ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് 1.25 മണിക്കൂറാണ് ശരിക്കും ദോഹയിൽ ലേ ഓവർ ഉണ്ടാവേണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് വെറും കിട്ടിയത് 45 മിനിറ്റ്സ് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ സേഫായിട്ട് ഞങ്ങൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. കൊച്ചിയിൽ ലാൻഡ് ചെയ്ത സമയത്ത് എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത് തിരിച്ച് അവിടെ എത്തി. ഞങ്ങൾ തിരിച്ചു പോണ വഴിയാണ് കൊരട്ടിയായ ഏരിയ. ട്രാഫിക് കാരണം കൊണ്ട് 8:30 8:45 ഞങ്ങൾ ഇറങ്ങിയ ഞങ്ങൾ ചാലക്കുടിയിൽ എത്താനായിട്ട് ഒരു 1.5 മണിക്കൂർ എടുത്തു. പല വഴിയൊക്കെ തിരിച്ച് വിട്ട് എത്താനായിട്ട് കുറേ ടൈം എടുത്തു. ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പട്ടി മിക്കിയും അപ്പച്ചനും ജയ്ക്കും ഒക്കെ ആയിട്ട് വൈകുന്നേരം ഒരു ചില്ല് ചെയ്യണ ഒരു ക്ലിപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ മിക്കിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ബോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ. അപ്പോൾ അവൾ ആ ബോൾ വെച്ച് കളിക്കുകയാണ് കാണുന്നത്. അപ്പോൾ ടാറ്റാ.